നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രായം കുറഞ്ഞ് കിടക്കുക എന്നുള്ളത് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. ഇപ്പോൾ ചില ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ വയസ്സായിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടാലും തോന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്കെന്നല്ല എല്ലാവർക്കും അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് ശരിക്കും നമ്മളെ ഏജ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് വി കാൻ ഗോ ബാക്ക് അല്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ ലുക്ക്, ആ പ്രായത്തിൽ ലുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഏജ് കുറഞ്ഞ് കാണിക്കാൻ നമ്മുടെ ആൻറ്റി ഏജിങ് ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. ഞാനൊന്ന് പറയാൻ പോകുന്ന സംഗതി എന്തോ ഒരു മരുന്ന് കഴിക്കുന്നു, ആ മരുന്ന് കഴിക്കുമ്പോൾ പ്രായം ഇങ്ങനെ കുറഞ്ഞിരുന്നു, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, USA ഒരാൾ അയാളുടെ ഏജ് കുറയ്ക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ സ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അയാളൊക്കെ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏജ് കുറഞ്ഞ് കാണിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടെയൊക്കെ യങ്ങർ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ കാര്യം സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. 30 FPS ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ അൾട്രാവയലറ്റ് രശ്മികളും ഈ സൺലൈറ്റും ഒക്കെ നമ്മൾ മുഖത്ത് ചുളിവുകൾ ഉണ്ടാക്കാൻ അത് കാരണമാവും. അത് കുറയ്ക്കാനായിട്ട് സൺസ്ക്രീൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സസൈസാണ്. പലപ്പോഴും ആൾക്കാർക്ക് ചെയ്യാൻ മടിയുള്ളതും എക്സസൈസ് അല്ല എന്തൊക്കെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ആൾക്കാർ പറയും. എക്സസൈസിന് പകരമായിട്ടൊരു സംഗതി ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും മൊബൈലായിരിക്കും മൂവ് ചെയ്യുന്ന ആൾക്കാരായി മാറുക. ഒരു ദിവസം 40 മിനിറ്റെങ്കിലും വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്താൽ വളരെ ആരോഗ്യകരമായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും നല്ലത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ആണ്. വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽ മാസ് കൂട്ടുന്ന രീതിയിൽ എക്സസൈസ്, ഡംബിൾസ് എടുത്തുള്ള ഈ ബൈസെപ്സിന് വേണ്ടിയുള്ള സംഗതികൾ, പുഷപ്പ് ആൻഡ് പുള്ളപ്പുകൾ, അതുപോലത്തെ ജിം വർക്കൗട്ടിൽ ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഏറ്റവും നല്ല ഏജ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഏജ് കുറഞ്ഞ് കാണിക്കാൻ ഏറ്റവും നല്ല എക്സസൈസ് മസിൽ മാസ് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനപ്പുറം അത് നമുക്ക് സന്തോഷം തരുന്നുള്ളതാണ്. എൻഡോർഫിൻസ് പോലത്തെ ന്യൂറോ കെമിക്കൽ അല്ലെങ്കിൽ ഹോർമോൺസ് അത് റിലീസ് ചെയ്യാൻ ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ മൂഡ് ഒരു ഫീൽ ഗുഡ് കാര്യത്തിലേക്ക് എത്തിക്കുന്ന ഹോർമോണുകളാണ്. നമുക്കൊരു ബെറ്റർ ഫീലിംഗ് ആ ഹോർമോൺ തരും. അപ്പോൾ നമ്മൾ പൊതുവേ സന്തോഷവാനായിരിക്കും. അതുകൊണ്ട് തന്നെ റെഗുലർലി എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല, ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്. നോർമലി നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ഇതും എക്സസൈസ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആൾക്കാർ അത്ര കെയർഫുൾ അല്ലാതെ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ് ഉറക്കം. 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നതാണ് കാര്യം. 4 മണിക്കൂർ രാത്രിയും 4 മണിക്കൂർ പകലും ആ രീതിയിൽ ഉറക്ക് ഇതിൽ പെടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. എല്ലായ്പ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ കഴിയണം. ഏറ്റവും നല്ല ഉറക്കം കിട്ടാൻ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്നൊരു റെഗുലാരിറ്റി കീപ്പ് ചെയ്യുക. ഒരേ സമയം ഉറങ്ങാൻ ശ്രമിക്കുക, ഒരേ സമയം ഉണരാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ലൈറ്റ് ഡിമ്മാക്കി വെക്കുക. നിങ്ങളുടെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗാഡ്ജറ്റുകൾ, മൊബൈൽ ഫോൺ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൻ്റെ ഡിലേ ചെയ്യിക്കും. അപ്പം അത്തരം വീഡിയോസ് കണ്ടിരിക്കുക. ആ ഒരു കാര്യം എന്നും റെഗുലറായി കൊണ്ടുനടക്കുക. ഒരേ സമയത്ത് ഉണരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പീസ്ഫുള്ളി എന്നും ഉറക്കം കിട്ടുന്ന രീതിയിലേക്ക് അത് എത്തിക്കും. അടുത്ത കാര്യം നമ്മളെ ഭക്ഷണം തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന എന്തോ അതാണ് നമ്മുടെ സ്കിന്ന്. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിന്നെ സ്വാഭാവികമായിട്ടും ബാധിക്കുമല്ലോ. പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു ഡയറ്റ് നമ്മളൊന്നും കീപ്പ് ചെയ്യുക. അതിൽ ധാരാളം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം, നോൺ വെജ് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം. അതൊക്കെ അതിൻ്റെ അളവിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക. അൺഹെൽത്തി ഫാറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. അതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യമാണ് 3 ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കുന്നു ഉറപ്പ് വരുത്തുക. നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ സ്കിന്നും മോയ്സ്ചറായി വെക്കാനൊക്കെ ഈ വെള്ളം കൂടി അത്യാവശ്യമാണ്. 8 മുതൽ 12 ഗ്ലാസ് വരെയെങ്കിലും മിനിമം ഒരു ദിവസം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. 2.5 ലിറ്റർ യൂറിൻ പാസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണമെന്ന് അർത്ഥം. മറ്റൊരു കാര്യം, സ്ട്രെസ്സ് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. സ്ട്രെസ്സ് വരാതെ നോക്കുക എന്നല്ല. സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പല സിറ്റുവേഷനിൽ നമുക്ക് സ്ട്രെസ് വരാം. എക്സാമിൻ്റെ സമയങ്ങളിൽ സ്ട്രെസ് വരാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ് വരാം. ബിസിനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് വരാം. സ്ട്രെസ് ഈസ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. ബട്ട് അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രോപ്പർലി നമുക്ക് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പറയാം. നമ്മുടെ ഏജ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് സ്ട്രെസ്സ് വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഫോട്ടോസ് നോക്കുന്നുണ്ട്. അവളെപ്പോഴും ഭയങ്കര യങ്ങായിട്ട് എനർജിഫൈഡ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതിൻ്റെ പിന്നിലെ കാര്യം ഈ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് വരും, അതവർ പ്രോപ്പർലി എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പഠിക്കുന്നു, അതവർ സോൾവ് ചെയ്യുന്നു. ആ സോൾവ് ചെയ്യുമ്പം
ഒരു ഹാപ്പിനെസ് അത് കൊണ്ടുവരുന്നു, ഒരുപാട് ഹാപ്പി ഹോർമോൺസ് സമയത്ത് റിലീസ് ചെയ്യുന്നു. അത് ജനറലി ഒരു പീസ്ഫുൾ ഒരു രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് കാലം പോകുമ്പോൾ ഏത് സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്സും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ സ്ട്രെസ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. സ്ട്രെസ്സിൽ നിന്ന് ഓടി പോകാനല്ല ഞാൻ പറയുന്നത്, സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതും നമ്മളെ യങ്ങാക്കി നിർത്താൻ, ആ എനർജി കീപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനൊക്കെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു സംഗതിയാണ് നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ആവുക എന്നുള്ളതാണ്. നമ്മളെ പോസിറ്റീവ് വൈബ് തരുന്ന, ഒരു പോസിറ്റിവിറ്റി എനർജി തരുന്ന, നല്ല രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന, നല്ല ജോലി ചെയ്യുന്ന, ഒരു സ്വപ്നങ്ങളുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആവുക. സ്വാഭാവികമായിട്ടും നമ്മളും ആ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. നമ്മളെപ്പോഴും പരാതിയും വിഷമവും പരിവട്ടമൊക്കെ പറയുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ രീതിയിലേക്ക് താഴ്ത്തപ്പെടും. ഫ്രണ്ട്സിനെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷേ ഫ്രണ്ട്സ് നമുക്ക് പണി തരുമ്പോൾ, നമുക്ക് വിഷമങ്ങൾ മാത്രം തരുമ്പോൾ നല്ല രീതിയിൽ അയാളോട് പറയാൻ ശ്രമിക്കുക. എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ, നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് എനർജി തരുന്ന ആളാണെങ്കിൽ, നമ്മുടെ കുറ്റങ്ങൾ വിഷമകരമായിട്ട് പറയുന്ന ആളാണെങ്കിൽ നമ്മുടെ അടുത്ത് കുറ്റങ്ങളുണ്ടാവും. പക്ഷെ അത് പോസിറ്റീവായിട്ട് സോഫ്റ്റായിട്ട് പറയാം. ചിലരത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും. അത് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ മെല്ലെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അറ്റ് ദി എൻഡ്. നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഓർക്കാനും ചിന്തിക്കാനൊക്കെ ഉണ്ടാവുക ഇത്തരം ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പുകളിലായിരിക്കുക, നല്ലൊരു ഫാമിലി ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പൊതുവെ ഹാപ്പിനെസ് തരും. അത്തരം ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് പിന്നീട് ഓർക്കാനും അത് ഓർത്ത് സന്തോഷിക്കാനൊക്കെ അവസരങ്ങൾ തരും. ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ എത്തുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആൻറ്റി ഏജിങ് ടിപ്പായിട്ട് എനിക്ക് തരാനുള്ളത്. നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഇത്തരം ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീഫ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക് യു സോ മച്ച്. സീ യു. ബൈ.